നമ്മുടെ വീട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അതായത് നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ സപ്താഹത്തിന് ആവശ്യമായിട്ടുള്ള കവുങ്ങ് അഥവാ അടയ്ക്കാമരം നമ്മുടെ വീട്ടിൽ നിന്നാണ് കേട്ടോ ഇപ്രാവശ്യം അമ്പലത്തിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ അതിരാവിലെ നടന്ന ചടങ്ങായതുകൊണ്ട് തന്നെ പൂജയും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലത്തെ പരിപാടി ആയതുകൊണ്ട് വീട്ടിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ള ഒരു ചെറിയ ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നല്ലാതെ കണ്ടിട്ട് ഇത്രയും വിപുലമായിട്ടുള്ള ഒരു പരിപാടിയാണെന്നുള്ളത് കാര്യം ഞാൻ വാസ്തവത്തിൽ അറിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികളെ എൻ്റെ ഫോണിന്റെ വെട്ടം കണ്ടപ്പോൾ ഓടുന്ന കുറച്ച് ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഹായ് ഗൈസ്, ഇതിന്റെ ചേച്ചിയുടെ ചാനലാണ്. അങ്ങനെ മരമുറിക്കലോട് കൂടി നമ്മുടെ ഏകദേശ പരിപാടികളൊക്കെ ഇവിടെ ഫിനിഷ് ആവാറായിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ അവർ മുറിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി മരം മുറിച്ചതിന് ശേഷം അധിക സമയം അവിടെ നിന്നിട്ടില്ലായിരുന്നു കേട്ടോ. ആ മുറിച്ചെടുത്ത ഫ്ലോയിൽ തന്നെ എല്ലാവരും കൂടെ ചേർന്ന് താങ്ങി മരം അമ്പലത്തിലേക്ക് കൊണ്ടുപോവായിരുന്നു കേട്ടോ. പോവല്ല, ഓടുമായിരുന്നെന്ന് തന്നെ പറയണം. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഓടുമായിരുന്നു കേട്ടോ. ഓടി ഓടി എത്തിയപ്പോൾ ദാ റെയിൽവേ ഗേറ്റ് അടച്ചിട്ടേക്കുമായിരുന്നു. പിന്നെ കുറച്ച് സമയം അവിടെ പോസ്റ്റ് ആയിരുന്നു ഗൈസ്. ട്രെയിനൊക്കെ പോയി കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പിന്നീട് യാത്ര കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ നിന്നെടുത്ത് ഒരാളുടെയും കൂടെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെയും കൂടെ തപ്പി നമ്മൾ ഇറങ്ങിയതാണേ. പറ്റിയ ആളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. കൈയോടെ പൊക്കി നമുക്ക് അവിടെ കൊണ്ട് നിർത്താം. ഇവിടെ നിന്ന് ഫോണിലൊക്കെ കളിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. ആളെ ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വീട്ടുകാരനാണ്. വീട്ടുകാർ കഴിഞ്ഞിട്ട് വേണം പുറത്തുള്ളവർ പിടിക്കാനെന്നാണ് കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, ചുമ്മാ നിന്നാക്കൊരു പണി കൊടുത്തപ്പോൾ എന്തോ ഒരു മനസ്സ്. പിന്നെ അമ്മ അവിടെ ക്ഷീണിച്ച് മാറി നിപ്പുണ്ടായിരുന്നു കേട്ടോ. കുറെ നടന്നല്ലേ. പിന്നെ ഒട്ടും താമസിപ്പിക്കാതെ തന്നെ ആ ഒരു നടപ്പ് നമ്മൾ നേരെ അമ്പലത്തിലോട്ടാണ് കേട്ടോ വിട്ടിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ 2 റെയിൽവേ ഗേറ്റ് കടന്ന് വേണം കേട്ടോ നമ്മൾ അമ്പലത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്പലത്തിലെത്തി നമ്മുടെ ചടങ്ങുകളൊക്കെ വളരെ ഗംഭീരമായിട്ട് നടത്തിയതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. സീ ഫ്രം ദ നെക്സ്റ്റ് വീഡിയോ.